വീട് വെക്കുന്നവരുടെ ഒരു പ്രധാന ആവശ്യമാണ് ഇന്റീരിയർ എല്ലാം ചെയ്യണം, എന്നാലും കോസ്റ്റ് ഭയങ്കരമായിട്ട് കൂടാനും പാടില്ല. അങ്ങനത്തെ കേസിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് വളരെ മിനിമലായിട്ട് ഡിസൈൻ ചെയ്യാന്നുള്ളത്. ഇപ്പോൾ ഈ ബെഡ്റൂം നമ്മൾ എടുത്തു നോക്കിയാൽ കസ്റ്റമറുടെ മെയിൻ ഡിമാൻഡ് ആയിരുന്നു ഇത് ഒരു ലക്ഷറി ഫീൽ ഉണ്ടായിരിക്കണം ബെഡ്റൂമിന്, ട്രെൻഡ് ഔട്ട് ആവാതെ എന്ന് നിലനിൽക്കുന്ന ഒരു ഐറ്റം ആയിരിക്കണം, മെയിൻ്റനൻസിന് വളരെ എളുപ്പമായിരിക്കണം എന്നുള്ളത്. എന്നാലും അവരുടെ മെയിൻ ഡിമാൻഡ് എന്താണെന്ന് വെച്ചാൽ അവർക്ക് കോസ്റ്റ് വളരെ കുറവായിരിക്കണം എന്നുള്ളതാണ്. അങ്ങനെ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി ചെയ്ത ഒരു ബെഡ്റൂമാണിത്. ഇവിടെ നോക്കിയാൽ നമുക്ക് ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാതെ ഡിസൈനിൽ മിനിമൈൽ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ കോസ്റ്റിൻ്റെ പ്രോബ്ലം പരിഹരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ചെയ്തു വന്നപ്പോൾ വളരെ ഭംഗിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഫാൾ സീലിംഗ് നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു. വളരെ മിനിമലായിട്ട് ജിപ്സ് ഒന്നും ചെയ്യാതെ PVCൻ്റെ മിനിമൽ സ്ട്രിപ്പ് കൊടുത്തിട്ടാണ് നമ്മളത് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഈ ബെഡ്റൂമിലെ വാർഡ്രോബിൻ്റെ ഒക്കെ കേസ് എടുത്തു കഴിഞ്ഞാൽ വാർഡ്രോബൊക്കെ നമ്മൾ വളരെ മിനിമലായിട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ട്രെൻഡ് നിലനിർത്താൻ വേണ്ടി നമ്മളൊരു ഗ്ലാസ് ഡോർ എല്ലാം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിന് നമ്മൾ മേൾക്ക് ഓവർഹെഡ് ക്യാബിനറ്റ്, ലോഫ്റ്റ് ക്യാബിനറ്റ് ഒന്നും കൊടുത്തിട്ടില്ല. വളരെ മിനിമൽ ഡിസൈനിൽ വളരെ സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ ഡിസൈൻ കീപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ മെറ്റീരിയലിൽ കോംപ്രമൈസ് ചെയ്തുകൊണ്ട് ഒരു കോസ്റ്റ് കട്ടിങ്ങിലേക്ക് ഒരിക്കലും പോയിട്ടില്ല. അങ്ങനെ ആരും പോകരുത്, അതൊരു ഭയങ്കര ഒരു മണ്ടത്തരായിട്ട് മാറും. ഈ റൂമിൻ്റെ ഡ്രസ്സിങ് ഏരിയ ഇതാണ്. ഡ്രസ്സിങ്ങിന് ഒരു സെപ്പറേറ്റ് ഏരിയ ഉണ്ടെങ്കിലും നമ്മൾ അവിടെ വലിയ ഡിസൈൻ ഒന്നും കൊടുക്കാതെ വളരെ മിനിമലായിട്ടാണ് കീപ്പ് ചെയ്തിട്ടുള്ളത്. അവർക്ക് വേണ്ട റിക്വയർമെൻറ്റ്സ് കുറച്ച് ഡ്രോവേഴ്സും കാര്യങ്ങളെല്ലാം കൊടുക്കണം എന്നുള്ളതായിരുന്നു, അത് കൊടുത്തു. പിന്നെ ഒരു മിനിമൽ മിററും കൊടുത്തു.